പകുതി പൈസയുടെ സ്കൂട്ടർ വാഗ്ദാനത്തിൽ വീണത് നിരവധി കോട്ടയം സ്വദേശികളും. സംഗതി തട്ടിപ്പാണെന്നറിഞ്ഞതോടെ നിരവധി പേരാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രം കഴിഞ്ഞ ദിവസം 135 പേരാണ് പരാതിയുമായി എത്തിയത്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ 154 പേരിൽ നിന്ന് പണം തട്ടിയതായും പോലീസ് പറയുന്നു. ഓരോ പഞ്ചായത്തിലും സീഡ് കമ്മിറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. കമ്മിറ്റിയുടെ കോർഡിനേറ്റർമാരായി പൊതുസമ്മതിയുള്ളവരെയും നിയമിച്ചു. ആദ്യഘട്ടത്തിൽ പകുതി വിലയ്ക്ക് സാമഗ്രികൾ ലഭിച്ചെങ്കിലും പിന്നീട് നിലച്ചു. ഇതോടെയാണ് തട്ടിപ്പിനിരയായവർ രംഗത്തെത്തിയത്. ഇവർ പല സ്ഥലങ്ങളിലും ഇൻഡിപെൻഡൻറ്റ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നത്. ഇതിപ്പോൾ ഒരു സീഡ്സ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് റിട്ടയറായ ഗവൺമെൻറ് എംപ്ലോയീസ് കൂടി തുടങ്ങിയൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി സമൂഹത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന ആളുകളെ കൂടി തുടങ്ങിയൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയാണ് ഇത് ചെയ്യുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അനന്തകൃഷ്ണൻ്റെ സൊസൈറ്റി ആണെന്ന് പറഞ്ഞ് ഇവർ തടി കൂരാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം പണം മേടിച്ചത് ഇവരാണ്. 300 രൂപ വെച്ച് മെമ്പർഷിപ്പ് മേടിച്ചതും ഈ സൊസൈറ്റി തന്നെയാണ്. അതേസമയം സീഡിന്റെ പുതുപ്പള്ളി കൈതേപ്പലം ബ്രാഞ്ചിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. 1000-ഓളം പേരാണ് ഈ മേഖലയിൽ മാത്രം തട്ടിപ്പിനിരയായത്. ചേർത്ത് ഇത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് എന്നും പറഞ്ഞാണ് നമ്മുടെ ഇത് പൈസ വാങ്ങിയിരിക്കുന്നത്. ഞാനൊരു ദിവസം ചോദിച്ചു, നമ്മുടെ കിറ്റ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു പൈസ എല്ലാം അങ്ങോട്ടാണ് പോയിരിക്കുന്നത്, പൈസ വന്നോന്ന് എനിക്കറിയില്ല എന്നാ പുള്ളി പറഞ്ഞു. വരും ദിവസങ്ങളിൽ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് വിവരം. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.